ഹലോ. അപ്പോൾ നമുക്കിതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എന്ത് വീഡിയോസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബൊട്ടിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഇല്ലെങ്കിൽ കുറച്ച് വർക്കുകളൊക്കെ കഴിയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നൂലുകൾ കഴിഞ്ഞതും കഴിയാത്തതും പിന്നെ എല്ലാ നൂലും കൂടെ ഇങ്ങനെ മിക്സായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മൊത്തം അലങ്കോലമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് അവിടെ ഒരാൾ വന്നിട്ട് എന്നിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ടും അതിങ്ങനെ കളിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പണി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഴയ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്തും ഇതേപോലത്തെ ഒരു പൂച്ച ആ വീഡിയോസിലുണ്ട്. അപ്പോൾ ആ പൂച്ച ഈ പൂച്ച ഒന്നല്ല കേട്ടോ, വേറെ പൂച്ചയാണ്. അപ്പോൾ ആ പൂച്ച എന്ന് വെച്ചാൽ ഭയങ്കര പാവമാണ്, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ നന്നായി നിന്ന് തരും ഒക്കെ ചെയ്തു തരും കേട്ടോ. ഇയാൾ അങ്ങനെയല്ല, ഇത് നമ്മളായിട്ട് ബടക്കാക്കണ സ്വഭാവമാണ് കേട്ടോ, പ്രാന്താക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഇങ്ങനെ നിന്ന് തരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിന്ന് തരുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം മൈൻഡാക്കാണ്ടൊക്കെ ഇങ്ങനെ നിന്ന സമയത്ത് അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, പിന്നെ ഇനി അവിടെ നിന്നിട്ടില്ല, പതുക്കെ അങ്ങോട്ട് അയാൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പണീനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കളർ നൂലുകൾ ഒരുമിച്ച് വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലാക്ക് തന്നെ കുറേ ഉണ്ടാവും, കാരണം ബ്ലാക്കുകളൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ ഈ പിങ്കിൽ തന്നെ 2-3 ഷെയ്ഡുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ്, അതൊക്കെ എപ്പോഴും എൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി ഒരേപോലെയുള്ളത് ഒറ്റയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മിററുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഞാൻ പാലക്കാട് പോകുന്ന സമയത്തൊക്കെ വാങ്ങി വെക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. പിന്നെ ആ സിൽവർ കളർ ഇത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ചുരിദാറിൽ നെക്കിൽ വെച്ചതാണ്, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റി വെച്ചിട്ട് ആ ഒരു പാത്രത്തിൽ എലാസ്റ്റിക് മാത്രം ചെറുതും വലുതും 1 ഇഞ്ച് വരെയുള്ളതൊക്കെ ഇതിൽ കൊള്ളിച്ച് വെക്കുകയാണ്. എലാസ്റ്റിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പാലക്കാട് പോകുന്ന സമയത്ത് വേണം ഇതൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ മിററൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. ഈ 2 ഇതിൽ കവറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഒറ്റത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സാരിയിൽ നിന്ന് പെറുക്കിയെടുത്തതാണ് കേട്ടോ, ഞാൻ എൻ്റെ സിസ്റ്ററും കൂടെ പെറുത്തിയെടുത്തതാണ്. അതും ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡ്രസ്സിൽ വെക്കേണ്ടി വന്നാലും വിചാരിച്ചിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട്. പഴയ ഇങ്ങനത്തെ മിറർ പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണ കൂട്ടത്തിലാട്ടോ ഞാൻ. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും. പിന്നെ ഇത് നമ്മുടെ ലേബൽ അതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ക്യാൻവാസ്, പിന്നെ ത്രെഡ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അതുപോലെ തന്നെ ടേപ്പൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. സൂചി, തുന്നണ സൂചി ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഒരു ഇതിൽ കുത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ സ്പോഞ്ചിൽ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലിങ്ങനെ നീറ്റായിട്ട് ഓരോ ലെവലാക്കിയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ള പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ കത്രിക, അതുപോലെ സ്കെയില്, പിന്നെ മെഷറിങ് സ്കെയില്, അങ്ങനെയൊക്കെയാണ്. ആ ഓറഞ്ച് ഒരു ഇത് പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോക്ക് പീസ്, അതുപോലെ തന്നെ ടേപ്പ്, പിന്നെ കേസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. പഴയ മെഷീനാണ്, ഇതിലും അടിക്കും പുതിയ മെഷീനിലും അടിക്കും. അപ്പോൾ ഇതിൽ എന്താണ്, പുതിയ മെഷീനിൽ അടിക്കുന്ന സമയത്ത് ഒരുപാട് കറണ്ടിൻ്റെ ഇത് പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ മാക്സിമം അടിക്കാൻ പറ്റണതൊക്കെ പഴയ മെഷീനിൽ അടിക്കും. പിന്നെ ചില തുണികളൊന്നും സ്റ്റിച്ച് വരാത്തതാണ് കേട്ടോ ഈ ഒരു മെഷീനിൽ അടിക്കുക. അപ്പോൾ ഇതിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ആ അറ്റത്ത് എന്താണെന്ന് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആൾക്കാരുടെയും സൈസ് കാര്യങ്ങൾ, പിന്നെ അവരുടെ തുണിൻ്റെ കാര്യങ്ങൾ എല്ലാം എഴുതി വെക്കുന്ന ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ബുക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഡയറി വെക്കും, പിന്നെ ഒന്ന് ഇതുപോലത്തെ ഒരു നോട്ട് ബുക്ക്, അതായത് നമ്മൾ നല്ല വലിപ്പമുള്ള ഒരു ബുക്ക് വെക്കും കേട്ടോ. അതിലാണ് നമ്മുടെ എല്ലാ ഈ ബൊട്ടിക്കിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഒരു ഡയറി എന്ന് വെച്ചാൽ അതിൽ എല്ലാ കാര്യങ്ങളും കേട്ടോ, അതായത് പേഴ്സണൽ കാര്യങ്ങളല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, വർക്കിന് വേണ്ടിയിട്ടുള്ളതും അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് എഴുതി വെക്കുക. അപ്പോൾ ആ ഭാഗത്തെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ വേസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ട് പീസുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ അത് കൊറിയർ കവറാണ് കേട്ടോ നേരത്തെ എടുത്ത് വെച്ചത്. പിന്നെ ഇത് നമുക്ക് ബാലൻസ് കത്തിക്കാനുള്ള കുറച്ച് ക്ലോത്താണ്, വേസ്റ്റ് മെറ്റീരിയൽ, അതൊക്കെ ഒന്ന് കത്തിക്കാനായിട്ടുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ മറ്റേ മരം എന്തിനാണ് എടുത്ത് വെച്ചിരിക്കണമെന്ന്, അത് നമ്മുടെ ബില്ലുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ടാണ്, പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മരം നല്ല രസമായിട്ട് കാണാൻ, ഒരു പ്ലെയിൻ മരമാണ്, പക്ഷെ എന്തോ ഒരു വുഡിൻ്റെ ആയതുകൊണ്ട് നല്ല രസം തോന്നിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ അവിടെ നമ്മുടെ നേരത്തെ ആ ജനലിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു ചെടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല രസമായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടി ഒരു ബോട്ടിൽ ആർട്ടായിട്ട് ചെയ്യണം. ഇത് നേരത്തെ ഞാനൊരു സ്കൈ ബ്ലൂ വെച്ചിട്ട്, സ്കൈ ബ്ലൂ പിന്നെ അതിൻ്റെ ലൈറ്റ് അങ്ങനെ ഒരു 3 ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ചെയ്തതായിരുന്നു. ഇതിൽ ത്രെഡൊക്കെ വെച്ചിട്ട് എൻ്റെ പഴയ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത്.
അപ്പോൾ അതൊന്ന് കളറൊക്കെ മങ്ങി ഒന്ന് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊന്ന് നല്ലൊരു ഡാർക്ക് കളർ അടിച്ചിട്ട് കുറച്ച് ചെടികൾ ഇട്ട് വെക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് റെഡ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. വൈറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ താഴെ മാത്രം നല്ല ഡാർക്ക് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പകുതി കളർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ലൈറ്റ് ആക്കി എടുത്തതാണ്. വൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈറ്റ് മൊത്തം കട്ട പിടിച്ചിട്ടുണ്ട്. കാരണം കുറേ ദിവസമായി ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ വൈറ്റ് ഉള്ളത് കട്ട പിടിച്ച് പോയിട്ടുണ്ട്. വെള്ളം താക്കിയിട്ടൊന്നും റെഡി ആയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെടികളൊക്കെ വെച്ച് നല്ല പെർഫെക്ഷൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ മണി പ്ലാന്റ് കുറച്ചായിട്ട് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കുറേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യണ ഒരു സ്പേസിലും കൂടെ ഇങ്ങനത്തെ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തൊട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുള്ളത് ഇതാണ് എൻ്റെ പഴയ മിഷ്യന്. ഇത് മറ്റേ പുതിയ മിഷ്യൻ്റെ അതിൻ്റെ മേലെ വെക്കണ ടോപ്പ് ഇങ്ങനെ വെക്കണതാണ്. പിന്നെ കുറച്ച് അടിക്കണ മെറ്റീരിയൽ അതിൻ്റെ മേലൊക്കെ ആയിട്ട് മണ്ടക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ജനലിൻ്റെ ഭാഗത്തായിട്ട് ത്രെഡ് കാര്യങ്ങൾ അങ്ങനെ മൊത്തം ആ 3-4 സെറ്റ് ത്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മിഷ്യൻ ഉണ്ട്. പിന്നെ ആ ഭാഗത്ത് 2 ബുക്കില്ലേ ഞാൻ പറഞ്ഞത്, ആ 2 ബുക്കും വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ കൊറിയർ കവറാണ്. പിന്നെ മെയിനായിട്ടുള്ളത് ഈ ജനലിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ബോട്ടിൽ ആർട്ടിൻ്റെ ഇപ്പുറത്തും കൂടെ ഉള്ളത് പപ്പായൻ്റെ പൈനാപ്പിളിൻ്റെ മേലുണ്ടാവണ തണ്ടില്ലേ, അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിങ്ങനെ വലുതായി വന്നതാണ് കേട്ടോ. അതിൻ്റെ ലീഫുകൾ നല്ല വലുപ്പം വെക്കും. അതിൻ്റെ അടിയിൽ വേര് വരികയാണെങ്കിൽ കേട്ടോ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഔട്ട്ലുക്ക് കാണുന്നത്. ഇതാണ്ട പൈനാപ്പിളിൻ്റെ അടിയിൽ ഇങ്ങനെ വേര് വരും കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ. അതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ ലീഫുകൾ നല്ല വലുപ്പവും വെക്കും. അപ്പോൾ വെള്ളം വേണം മെയിനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ തന്നെ കുറച്ച് സ്കെച്ചുകളുടെയും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബില്ലിൻ്റെ ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി തോന്നിയാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ഗൈസ്.